ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇവരെ കോട്ടയം ESI ആശുപത്രിയിലേക്ക് മാറ്റുക എന്നതുൾപ്പെടെ ഈ നടപടിയുടെ വിശദാംശങ്ങൾ എന്താണ്? അനുജ, അല്പസമയം മുമ്പാണ് ഇവരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുള്ളത്. ഇത് RMO സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ രണ്ട് ഡോക്ടർമാർ തമ്മിലുള്ള ഒരു ഈഗോ ആണ് ഇത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് RMO പറയുന്നത്. അതായത് രണ്ടു പേരെയാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ വിനിൽ കുമാറിനെയും അതുപോലെ തന്നെ ഡോക്ടർ KG ഗണേഷാണ് സർജൻ. ഇവർ തമ്മിലുള്ള തർക്കമാണ് ശസ്ത്രക്രിയ മുടങ്ങാൻ കാരണം. ഇന്നലെ 5 ശസ്ത്രക്രിയകൾ മുടങ്ങിയിരുന്നു. ഇന്ന് ഇപ്പോഴും ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയ രോഗി ഇതുവരെയും പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ബിന്ദു എന്ന് പറയുന്ന ഒരു തൊഴിലാളിയാണ്. അവരുടെ ഭർത്താവ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഒപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ആളുകളെല്ലാം തന്നെ കൂടിയിരിക്കുകയാണ്. കാരണം ആളുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള ആശങ്കയുമുണ്ട്. കാരണം ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്കുള്ള ഒരു ആശ്രയ കേന്ദ്രം കൂടിയാണ് ഈ ESI ആശുപത്രി പേരൂർക്കടയിലെ. നമുക്കറിയാം, കശുവണ്ടി തൊഴിലാളികളും മറ്റും ഇത്തരത്തിലുള്ള ആളുകളാണ് കൂടുതലും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ഡോക്ടർമാർ രണ്ടുപേർ, ഈ അനസ്തേഷ്യ വിഭാഗത്തിലെ 2 ഡോക്ടർമാരാണുള്ളത്. ഡോക്ടർ വിനിൽ കുമാറും അതുപോലെ തന്നെ പ്രിയയുമാണുള്ളത്. രണ്ടുപേരും രാവിലെ ഇവിടെ എത്തുകയും പിന്നീട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഒപ്പം തന്നെ ഗണേഷാണ് സർജറി ചെയ്യുന്നതെങ്കിൽ തങ്ങൾക്ക് സഹകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് ഈ അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർമാർ തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചത്. ഇന്നലെയും അത് തന്നെയായിരുന്നു. ഇതെന്താണ് ഇതുവരെ തമ്മിലുള്ള ഈ തർക്കത്തിന് കാരണം എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടേഴ്സ് അവിടെ എത്തി ചുമതല ഏൽക്കേണ്ടതില്ല. ഈ 2 ഡോക്ടേഴ്സിനെ കോട്ടയത്തേക്ക് സ്ഥലം മാറ്റുമ്പോൾ എന്താണ് ആ നടപടി? ഈ രോഗികൾ കാത്തിരിക്കുകയാണല്ലോ, അവർക്ക് ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ടല്ലോ. തീർച്ചയായും എത്രയും പെട്ടെന്ന് നാളെ തന്നെ പുതിയ ഡോക്ടർമാരെത്തുമെന്ന് അറിയുന്നത്. അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ വിനിൽ കുമാറിനെ കണ്ണൂർ ജില്ലയിലെ തോട്ടടയിലേക്കാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. ഗണേഷിനെ മാറ്റിയിരിക്കുന്നത് കോട്ടയത്തേക്കാണ്. ഈ രണ്ട് സ്ഥലത്ത് നിന്നും പകരം ഡോക്ടർമാർ എത്തേണ്ടതുണ്ട്. മറ്റ് ആശുപത്രികളിൽ നിന്നൊന്നും തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് ഡെപ്യൂട്ടേഷനിലോ മറ്റൊന്നും കൊണ്ടുവരാൻ സാങ്കേതികപരമായി കഴിയില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ESI ആശുപത്രിയിൽ നിന്ന് പകരം ഡോക്ടർമാരെ എത്തിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. എന്തായാലും അതുവരെ ഈ രോഗികളെല്ലാം തന്നെ ചികിത്സ ലഭിക്കാതെയും അതുപോലെ തന്നെ മറ്റും ഇവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും നമുക്ക് ഇത് സംബന്ധിച്ച് ഇവിടെ കുറേ ആളുകളുണ്ട്, രോഗികളുണ്ട്, അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്തായാലും 2 ഡോക്ടർമാരെ സ്ഥലം മാറ്റിയിരിക്കുന്നു. ഇനിയും പകരം ഡോക്ടർമാരെത്താൻ വൈകിയാൽ കൂടുതൽ മോശമായൊരവസ്ഥയിലേക്ക് പോകില്ലേ? കൂടുതൽ പകരം ഇപ്പോൾ നിലവിലുള്ള ഗണേഷ് ഡോക്ടറാണ്. ഗണേഷ് ഡോക്ടർ സർജറിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 11 ദിവസമായിട്ട് അഡ്മിറ്റാണ്. എനിക്കൊരു 15 വർഷത്തിന് മുന്നെയാണ് ഒരു ഹെർണിയയുടെ ഓപ്പറേഷൻ ചെയ്തത്. എന്നാൽ അതിനുശേഷം തൊട്ട് ആ ഭാഗത്ത് ബുദ്ധിമുട്ടുകൾ തുടർന്നു വന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഗണേഷ് ഡോക്ടറെ കാണുന്നത്. ഇദ്ദേഹത്തെ കണ്ട് 11 ദിവസമായിട്ട് ഗണേഷ് ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ആര് നോക്കും? ഇവിടെ കിടക്കുന്ന മറ്റ് പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റ് ആര് ചെയ്യും? അതുപോലെ തന്നെ ഗണേഷ് ഡോക്ടർ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും പേഷ്യൻ്റ് സർജറി വാർഡിലേക്ക് വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആര് ഇത്രയും പേഷ്യൻ്റ് വേറെ ആര് നോക്കും? വരുന്ന ഡോക്ടറിന് കീ ഹോൾ സർജറി ചെയ്യാൻ അറിയുമോ? ഈ ഗണേഷ് ഡോക്ടറിന് കീ ഹോൾ സർജറി നല്ല കറക്റ്റായിട്ട് എല്ലാ സർജറിയും നല്ല രീതിയിൽ നീറ്റായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതാണിപ്പോൾ ഡോക്ടർ ഗണേഷിനെ സ്ഥലം മാറ്റുന്നതിൽ അവിടെ രോഗികൾക്കൊക്കെ വലിയ ആശങ്കയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.